ഇസ്രായേൽ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. ഇതോടെ ഇസ്രായേലിനെതിരായ ആക്രമണം ഹൂതികൾ ശക്തമാക്കുമെന്ന ആശങ്കയാണുള്ളത്. വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേലിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിനിടെ ഹൂതികൾ ഒരു ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സംഘർഷത്തിൽ ആദ്യമായാണ് ഹൂതികൾ ക്ലസ്റ്റർ ബോംബ് എക്യുപ്ഡ് പ്രൊജക്ടൈൽ ഇസ്രായേലിന് നേർക്ക് ഉപയോഗിക്കുന്നത്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് IDF അന്വേഷണം നടത്തിയത്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ-അവീവിന് സമീപമാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ തിരിച്ചടി ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജൂണിൽ ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് ഹൂതികൾ വെള്ളിയാഴ്ച രാത്രിയിൽ നടത്തിയത്. ജൂണിൽ 12 ദിവസം നീണ്ട യുദ്ധത്തിനിടെ ഇറാൻ്റെ മിസൈൽ ഇസ്രായേലിൽ വലിയ നാശം വിതച്ചിരുന്നു. ഇറാൻ്റെ മിസൈലുകൾ സെക്കൻഡറി വാർഹെഡുകൾ വഹിച്ചിരുന്നതായി ഇസ്രായേൽ ഡിഫൻസ് അനലിസ്റ്റുകൾ പറഞ്ഞു. അതുപോലെയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഹൂതികൾ നടത്തിയിരിക്കുന്നത്. വായുവിൽ ഹൂതി മിസൈലുകൾ പിളർന്നു. അതിൻ്റെ വിഷ്വലുകളും പുറത്തു വന്നിട്ടുണ്ട്. പിളർന്ന മിസൈൽ ഭാഗങ്ങളെ തകർക്കാൻ നിരവധി ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രായേൽ സൈന്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ തെക്കൻ ഇസ്രായേലിന് മുകളിൽ വെച്ച് തടഞ്ഞിരുന്നു. തുടർന്നും ഹൂതികൾ ആക്രമണവുമായി മുന്നോട്ട് പോയി. രാത്രിയിൽ ഒരു ബാലസ്റ്റിക് മിസൈൽ ആക്രമണവും ഹൂതികൾ നടത്തി. മിസൈൽ ആകാശത്ത് വെച്ച് പിളർന്നു. ഇതോടെ ഇസ്രായേൽ വ്യോമപ്രതിരോധം ഒന്നിലധികം ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് വെടിവയ്ക്കാൻ നിർബന്ധിതരായെന്നും റിപ്പോർട്ടുകൾ വന്നു. പല പ്രദേശങ്ങളിലും മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണു. ഇതോടെ മധ്യ ഇസ്രായേലിലുടനീളം സൈറനുകൾ മുഴങ്ങി. എന്നാൽ ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ പ്രതിരോധത്തെ മറികടന്നുവെന്നും ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടെന്നും ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പിന്നീട് പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഷെൽട്ടറുകളിലേക്ക് പലായനം ചെയ്തതായും ടെൽ-അവീവിലെയും അഷ്കലോണിലെയും സൈനിക ലക്ഷ്യങ്ങളിലേക്ക് ഡ്രോണുകൾ വെടിവെച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഓഗസ്റ്റ് 24-ന് ഇസ്രായേൽ ജെറ്റുകൾ യമൻ തലസ്ഥാനമായ സാനയിൽ കനത്ത ആക്രമണവും നടത്തി.